നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സാമ്പത്തികമായി ഏറെ മാറ്റങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഇതുകൂടാതെ ഇന്ധനവിലയും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വിമാന ടിക്കറ്റ് നിരക്കും ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കുവൈറ്റിലെ ജസീറ എയർവേസ് ആണ് നിരക്ക് വർധനയ്ക്ക് തുടക്കമിട്ടത് തന്നെ. GCC അറബ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക്, അതായത് 3 മണിക്കൂറിൽ കുറവുള്ള സെക്ടറിൽ ഇന്നലെ മുതൽ നിരക്കിൽ 5 ദിനാർ, അതായത് 1267 രൂപ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 മണിക്കൂർ കൂടുതൽ യാത്രാ ദൈർഘ്യമുള്ള സെക്ടറുകളിലേക്ക് 10 ദിനാർ, അതായത് 2535 രൂപ വർദ്ധിക്കുകയുണ്ടായി. മറ്റ് എയർലൈനുകളും നിരക്ക് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൾഫിലെ വേനൽ അവധിക്കാലമായ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുള്ള നിരക്ക് വർധന ഇതിനു പുറമെ ഉണ്ടാകുന്നതായിരിക്കും. റഷ്യ യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആഗോള ഇന്ധന പ്രകൃതിവാതക വില ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിമാന ഇന്ധന വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 57% ഉയർന്നിരിക്കുകയാണ്. ജൂൺ വരെ മാസത്തിൽ 7% കൂടുമെന്നാണ് റിപ്പോർട്ട്. ഇതനുസരിച്ച് വിമാന നിരക്കിലും മാറ്റമുണ്ടാകുന്നതായിരിക്കും. ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി ബാരലിന് $130 വില ഇനിയും ഉയരുമെന്നാണ് സൂചന. എന്നാൽ ഈ നില തന്നെ തുടർന്നാൽ വിമാന കമ്പനികൾക്ക് പ്രവർത്തന ചിലവിന്റെ പകുതി ഇന്ധനത്തിന് മാറ്റിവെക്കേണ്ടി വരുമെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സൂചിപ്പിക്കുകയുണ്ടായി. ലോകരാജ്യങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ വിമാനയാത്രകൾ വർദ്ധിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 35% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുകയത് ഇപ്രകാരമാണ്. വിനോദയാത്രകളും മറ്റും പുനരാരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേനലവധിക്കാലത്ത് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ തന്നെ നിരക്കും കൂടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടെ ഇന്ത്യ രാജ്യാന്തര യാത്രകൾക്കുള്ള വിലക്ക് നീക്കിയിരിക്കുകയാണ്. മാർച്ച് 27 മുതൽ ഇനി എല്ലായിടത്തും യാത്ര അനുവദിക്കുന്നതായിരിക്കും. കൂടുതൽ ഇളവുകളുമായി അധികൃതർ രംഗത്തെത്തുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.